സൂര്യൻ എപ്പോഴാണ് വരുന്നത്, സൂര്യൻ എപ്പോഴാണ് പോണേ എന്നൊന്നും അറിയാണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു ലോക്ക്ഡൗൺ. മൊത്തത്തിൽ പ്രാന്തം പിടിച്ച് ഒരു ബാഡ് മൈൻഡ് അടിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ ചെക്കൻ്റെ വിളിയായിരുന്നു, ഒരു റൈഡ് എടുത്താലെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, എങ്ങോട്ടാന്ന് ചോദിച്ചില്ല, അങ്ങനെ അവിടെ ഇറങ്ങി. സംഭവം ലോങ് ഒന്നും പോകാൻ പറ്റില്ലെന്നറിയാം, പക്ഷെ നമുക്ക് ഈ റൈഡ് അടിക്കുക എങ്ങനെയൊക്കെ ഒന്ന് പോവുക, ഗിയറിലൊന്നും പോകാൻ പണ്ടായിട്ടൊരു പ്രാന്തം. അപ്പം എന്താ ചെയ്ത്, കണ്ണു മുട്ടാണ്ട് പോയി നേരെ പട്ടാൻ പിടിക്കണം. നമ്മൾ ഗോപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കണ്ട് ഇറങ്ങി. ഒരു 200 അടി. അവനോട് ഇന്ന് രാവിലെ ഇറങ്ങാൻ പറഞ്ഞെങ്കിലും ഞാൻ ഇറങ്ങുമ്പോൾ ഉച്ചയുണ്ടായിരുന്നു, അത് വേറെ കാര്യം. എന്നാലും ചെറിയ മടിയൊക്കെ പിടിച്ച് അങ്ങനെ മൂട്ടിരുന്നാണ്ട് ഇറങ്ങി. അങ്ങനെ 10-200 രൂപ പെട്രോൾ അടിച്ച് നേരെ പട്ടാമ്പി പിടിച്ചു. പട്ടാമ്പി എത്തുമ്പോൾ ഏകദേശം ഞാനൊരു 2 മണി 3 മണി ആയിട്ടുണ്ട്. ഇത് മറ്റേ ബ്രോ ഞാൻ ചോദിച്ചു ഇവിടെ കണ്ടുപിടിച്ചല്ലോ വണ്ടി എന്തിട്ട് ഇതല്ലേ ഫോർക്കല്ലേ കുറവായി. അങ്ങനെ അവൻ്റെ വീട്ടിലെത്തി, പട്ടാമ്പിയിലെത്തി. എന്നത്തെ പോലെ അവൻ്റെ പ്രശ്നം ചെക്കൻ്റെ വണ്ടീനെ പറ്റി കുറച്ച് പൊക്കിടിക്കലൊക്കെ കേട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. എങ്ങോട്ടൊന്നും പ്ലാനൊന്നും ഇല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കണം, കുറച്ച് വീഡിയോസ് എടുക്കണം, കുറച്ച് കണ്ടർ റൈഡൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളൊരു കണ്ടം തേടി യാത്ര ചെയ്യും. നല്ല കണ്ടെത്തിയപ്പോൾ ചെക്കൻ കണ്ട പൂശി നല്ലൊരു ഓഫ് റോഡ് അഡ്വഞ്ചർ ആയിരുന്നു അത്. നമുക്ക് ആ ഹിൽ ആ ഫോറസ്റ്റ് കയറിയാലോ? ഓക്കെ അങ്ങനെ കണ്ടർ റൈഡും ചെറിയൊരു ഓഫ് റോഡും അതിൻ്റെ ഇവിടെ നൈസൊരു ബീച്ചൊക്കെ വീണിട്ട് ഞങ്ങളിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂടണ്ടായിരുന്ന ബ്രോ പറഞ്ഞത് എൻ്റെ അവിടെ പ്ലേസ് ഉണ്ട്, ഒരു ഹില്ല് ഏരിയയാണ്, ഒരു ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു, നൈസാവുന്നു, നൈസ് ഓഫ് റോഡാണ് റൈഡ് എടുത്തത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മൂടായി, ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങിയാണ് ഞങ്ങൾക്ക്. അത് കേട്ടപ്പോൾ തന്നെ നൈസ് വൈബ്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പിടിച്ചു. പറഞ്ഞൊരു അവൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചിനുള്ള അവിടേക്ക് പോകാൻ. പക്ഷെ എന്നാലും ആ ഒരു എന്താ പ്ലേസ് ആൾ പറഞ്ഞപ്പോൾ നല്ല പ്ലേസാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടി. അങ്ങനെ അവൻ ആ ഫ്രണ്ടിൽ കൂടിയിട്ട് നേരെ ഇറങ്ങി. ലോക്ക്ഡൗണിൻ്റെ സീനും കൊറോണയുടെ സീനും മനസ്സിൽ വെച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. വൈകാതെ തന്നെ ഞങ്ങളവിടെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങിയിട്ടുണ്ട്. എന്നത്തെയും പോലെ റൈഡിലെ മെയിൻ കണ്ടീഷനാണല്ലോ ഫോട്ടോഷൂട്ട്. അങ്ങനെ ഒരു ലൊക്കേഷൻ എത്തിയപ്പോൾ ഞങ്ങളും പതിയെ വണ്ടി നിർത്തി. അങ്ങനെ ബൈക്ക് നിർത്തി ഗോപ്രോയിൽ കുറച്ച് വൈഡ് ആംഗിൾ പടങ്ങളെടുത്ത് ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര തുടങ്ങി. ഞങ്ങൾ എന്നും ആഗ്രഹിച്ചിരുന്നത് കുറേ ദൂരമോ എത്തിപ്പെടുന്ന സ്ഥലമോ ഒന്നും ആയിരുന്നില്ല, ആ യാത്രയാണ്. ഞങ്ങൾ ഒരുമിച്ച് ബൈക്ക് ഓടിച്ചും ഒരു സന്തോഷവും അതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് എന്നും വലുത്. ആ പോകുന്ന വഴിയിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ലായിരുന്നു, ആ പോകുന്ന റൈഡായിരുന്നു എൻജോയ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ പതിയെ അവിടെ വണ്ടി നിർത്തി.
പിന്നെ ഫോട്ടോഷൂട്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ അങ്ങ് കൂടി. പണ്ട് തൊട്ടേ പ്രൊഫഷണൽ ഡാൻസ് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഡാൻസ് ഒരു പുത്തിരിയില്ലായിരുന്നു. അങ്ങനെ പറയാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ചൊക്കെ ഞാൻ തള്ളണതാണ്. കുറച്ചൊക്കെ കളിക്കും. അത് ഞങ്ങളുടെ അവിടെ ഒരു നൈസൊരു വീഡിയോ കൊണ്ട് ഇറക്കി. ഓർമ്മയ്ക്കെന്നും മധുരം തന്നെയാണ്. പണ്ട് ആരോ പറഞ്ഞ പോലെ ഒരു യാത്രക്കിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്നത് നമ്മുടെ ഫോട്ടോകളും നമ്മുടെ വീഡിയോകളുമാണ്. ഞങ്ങൾ കുറച്ച് നല്ല ഫോട്ടോസും നല്ല വീഡിയോസും എടുത്ത് ഞങ്ങൾ മെല്ലെ പതിയെ അവിടുന്ന് യാത്ര തിരിച്ചു. എൻ്റെ ലഹരിയുണ്ടല്ലോ, അതിങ്ങനെ പറന്നു നടക്കലാണ്. അതിൻ്റെ സുഖം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എൻ്റെ യാത്രകളെക്കുറിച്ചായിരുന്നു. അധികം ബോറടിപ്പിക്കാതെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ദിസ് ഈസ് സെബാസ്റ്റ്യൻസ്. ഐ ആം സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.